നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഷുഡാണ് നമ്മൾ പഠിച്ചത് അല്ലേ? ഷുഡ്, ഷുഡിൻ്റെ ഒക്കെ നമ്മൾ പഠിച്ചു. എന്തിനാണ് ഷുഡ്? ഷുഡ് എന്ന് പറഞ്ഞാൽ പോകണം, വരണം, ചെയ്യണം എന്ന് പറയാനാണ്. ഷുഡിൻ്റെ എന്ന് പറഞ്ഞാൽ പോകണ്ട, വരണ്ട. ഷുഡ് ആദ്യം വെച്ച് ചോദിക്കണം, ഷുഡ് ഐ ഗോ, പോകണോ, നൈമാറും എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ നമുക്കൊരു സംശയം വരുന്ന ഒരു കാര്യമാണ്, വാണ്ടും ഷുഡും തമ്മിൽ എന്താ വ്യത്യാസം എന്നൊരു പ്രശ്നം നമുക്ക് വരും അല്ലെ? കാര്യം വാണ്ട് എന്ന് പറയണതും ഷുഡ് എന്ന് പറയണതും തമ്മിൽ അധികം വ്യത്യാസം ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കും. കാരണം വാണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ണം വരുന്ന ഒരു രീതിയാണ് അല്ലെ? അപ്പൊ പക്ഷേ വാണ്ടും ഷുഡും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. കാരണം ഷുഡ് എന്ന് പറയുന്നത് ഒരു ഓക്സിലറി ആണ്, വാണ്ട് ഓക്സിലറി അല്ല. അത് തന്നെ ഏറ്റവും വലിയ വ്യത്യാസം. നമ്മൾ വാണ്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ഒരു ഇഷ്ടം, നമ്മുടെ ഒരു ആഗ്രഹം, നമുക്ക് അങ്ങനെയൊക്കെ വേണം എന്ന് പറയാനാണ് നമ്മൾ വാണ്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ ഞാൻ എഴുതിയേക്കുന്ന സെന്റൻസ് നോക്കൂ. എനിക്കൊരു ഫോൺ വേണം, അത് എൻ്റെ ഒരു ആഗ്രഹമല്ലേ എനിക്കൊരു ഫോൺ വേണം എന്നുള്ളത് അല്ലെ? അല്ലാണ്ട് എനിക്കത് നിർബന്ധമുള്ളൊരു കാര്യമാണോ? നമ്മളൊരു കടയിൽ എനിക്കൊരു ഫോൺ വേണം എന്നാണ് നമ്മൾ പറയണത്. അത് നമ്മളോട് ഒരാൾ നിർദ്ദേശിക്കുകയോ ഒരാൾ നമ്മളെ അതിൻ്റെ പേരിൽ ഉപദേശിക്കുകയോ ഒന്നുമല്ല. അത് എൻ്റെ ഒരു ആവശ്യമാണ്, എനിക്കൊരു ഫോൺ വേണം. അവർക്ക് അവിടെ പോകണം. അതിപ്പം നമ്മൾ വേറൊരാൾക്ക് വേണ്ടി പറയാണ്, അത് അവരുടെ ഒരു ആഗ്രഹമാണ്, അവർക്ക് അവിടെ പോകണം. എഗെയിൻ അവൾക്ക് അവനോട് സംസാരിക്കണം. ഇതും എന്താണ്? അത് അവൾക്ക് അവനോട് സംസാരിക്കേണ്ട, അത് അവളുടെ ഒരു ആഗ്രഹമാണ്, അവളുടെ ഒരു ആവശ്യമാണ്, അങ്ങനെയാണ് അല്ലെ? അപ്പൊ നമുക്കിത് എങ്ങനെയാ? ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? വാണ്ട് ഉപയോഗിക്കേണ്ടത്. എനിക്ക് ഒരു ഫോൺ വേണം എന്ന് നമുക്കിനി എങ്ങനെയാ പറയാൻ കഴിയുക? എനിക്കെന്ന് പറയാൻ നമുക്ക് എന്ത് വേണം? ഐ. ഇനി ഈ വേണം എന്നാണ് നമുക്ക് വേണ്ടത്. ഐ വാണ്ട് ഒരു എ ഫോൺ. ഐ വാണ്ട് എ ഫോൺ. എനിക്കൊരു ഫോൺ വേണം. അവൾക്ക് അവിടെ പോകണം അല്ലെ? അത് അവളുടെ ഒരു ആഗ്രഹമാണ്, അവൾക്ക് അവിടെ പോകണം. അപ്പൊ നമുക്കത് എങ്ങനെ പറയും? അവർക്ക്, അവൾക്കല്ല അവർക്ക് എന്നാണ്. ദേ പോകണം. ദേ വാണ്ട് അവിടെ ടു ഗോ there. They want to go there. Want to go there. അവിടെ പോകണം. അവൾക്ക് അവനോട് സംസാരിക്കണം. അത് അവളുടെ ഒരു ആവശ്യമാണ് അല്ലെ? അപ്പൊ അവൾക്ക് അവനോട് സംസാരിക്കണം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതണം? ഷീ വാണ്ട് എന്ന് ഇങ്ങനെ എഴുതിയാൽ മാത്രം മതിയോ? പോരാ അല്ലെ? ഷീ എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. സോ ഷീ വാണ്ട്സ്. ഷീ അവൾക്ക് അവനോട് സംസാരിക്കണം. ഷീ വാണ്ട്സ് ടു ടോക്ക് ടു ഹിം. അപ്പൊ എന്താണ് ഇത്? നമ്മൾ സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് എസ് ചേർക്കണം. ഹി ആണെങ്കിലും വാണ്ട്സ് എന്ന് പറഞ്ഞു. സിംഗുലർ സബ്ജക്റ്റ് ആകുമ്പോൾ വാണ്ടിന്റെ കൂടെ എസ് ചേർക്കണം. അപ്പൊ എങ്ങനെയാണ്? ഐ വാണ്ട് എ ഫോൺ. എനിക്കൊരു ഫോൺ വേണം. ദേ വാണ്ട് ടു ഗോ there. അവർക്ക് അവിടെ പോകണം. ഷീ വാണ്ട്സ് ടു ടോക്ക് ടു ഹിം. അവനോട് സംസാരിക്കണം. അപ്പൊ ഇതെന്താണ്? അവളുടെ ഒരു ആവശ്യമാണ് അല്ലെ? അല്ലെങ്കിൽ എൻ്റെ ഒരു ആവശ്യമാണ് അല്ലെ? അതിനാണ് നമ്മൾ വാണ്ട് എടുക്കണം. ഇപ്പൊ നിങ്ങൾ ഇനി നീഡും വാണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിക്കും. ഞാൻ അതിന്റെ ക്ലാസ് എടുത്തിട്ടുണ്ട്. വാണ്ടും നീഡും തമ്മിലുള്ള വ്യത്യാസം, അതിന്റെ ലിങ്ക് ഇപ്പൊ ഇവിടെ തരാം കേട്ടോ. നിങ്ങൾ അതൊന്ന് കേട്ട് പഠിക്കാം. അപ്പൊ വാണ്ടും ഷുഡും തമ്മിലുള്ള വ്യത്യാസം, വാണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനിയിപ്പോ ഈ നമ്മു വന്നത് കൊണ്ട് ഷുഡ് അല്ലേ എന്ന് നിങ്ങൾ ഓർക്കരുത്. ഇവിടെയല്ല, ഞാൻ കഴിഞ്ഞ ഷുഡിന്റെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഈ നമ്മു വരാനാണ് നമ്മൾ ഷുഡ് ഉപയോഗിക്കുന്നതെന്ന്. അപ്പൊ ഇവിടെ ഞാൻ നമ്മാണ് തന്നിരിക്കുന്നത്. പക്ഷെ ഇതെന്താണ്? ഒരാൾ നിർദ്ദേശിക്കുകയോ ഒരാൾ ഉപദേശിക്കുകയോ ഒന്നും ചെയ്ത കാര്യമല്ല. ഇതൊക്കെ ഓരോരുത്തരുടെ ആവശ്യമാണ്. അതിനാണ് നമ്മൾ വാണ്ട് ഉപയോഗിച്ചത്. അപ്പൊ ഇനി ഷുഡ് എന്തിനാണ്? അതറിയണമെങ്കിൽ നമ്മൾ ഇന്നലത്തെ ഷുഡിന്റെ ക്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് മനസ്സിലാക്കണം. നീ അവിടെ പോകണം, അവരത് ചെയ്യണം. ഇതെന്താണ്? നീ അവിടെ പോകണമെന്ന് ഞാൻ ഒരാളോട് പറയുവാണ് ചെയ്യണത് അല്ലെ? അത് അവരുടെ ഇഷ്ടത്തിനാണോ? അല്ല. ഞാൻ എൻ്റെ മോനോട് പറയാണ് നീ അവിടെ പോകണം. അവരത് ചെയ്യണമെന്നും നമ്മൾ ഒരാളോട് പറയുന്ന ഒരു കാര്യമാണ്. പറയുന്ന കാര്യം എന്നല്ല, നമ്മൾ നിർദ്ദേശിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ അവരെ ഉപദേശിക്കുകയാണ്. ഇതിനാണ് നമ്മൾ ഷുഡ് ഉപയോഗിക്കണം. അപ്പൊ നിങ്ങൾ പറയും, ഇന്നലെ നമ്മൾ പഠിച്ചതല്ലേ, നീ അവിടെ പോകണം എന്ന് എങ്ങനെയാ പറയുക? നീ പോകണം. യു ഷുഡ് ഗോ
there. ഇതിന് കൂടുതൽ എക്സാമ്പിൾസ് വേണ്ട, കാരണം നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. അവരത് ചെയ്യണം. They should do it. അപ്പൊ നമുക്ക് വാണ്ടും ഷുഡും തമ്മിൽ ഇനി നിങ്ങൾക്ക് മാറിപ്പോകില്ല. വാണ്ട് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ആവശ്യം, ഷുഡ് എന്ന് പറഞ്ഞാൽ നിർദ്ദേശവോ ഉപദേശവോ അങ്ങനെ എന്തെങ്കിലും കാര്യമായിരിക്കും. അപ്പൊ ഞാൻ പറയാണ്, എനിക്കൊരു സൈക്കിൾ വേണം, എനിക്ക് ഒരു സൈക്കിൾ വേണം. ഇതെങ്ങനെ പറയാം? എനിക്കൊരു സൈക്കിൾ വേണം. ഇത് ഞാൻ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പറയും, ഐ ഷുഡ് വാണ്ട് എ സൈക്കിൾ. ഈ ഷുഡും ചേർക്കും വാണ്ടും ചേർക്കും എല്ലാം ചേർക്കും. അത് വേണ്ട, എന്ത് മാത്രം മതി. എനിക്കൊരു സൈക്കിൾ വേണമെന്നുള്ളത് എൻ്റെ ഒരു ഇഷ്ടമാണ്, എൻ്റെ ഒരു ആഗ്രഹമാണ്, അല്ലെ? അപ്പൊ എങ്ങനെ പറയുക? ഐ വാണ്ട് എ സൈക്കിൾ. ഐ ഷുഡ് വാണ്ട് എ സൈക്കിൾ എന്നൊന്നും പറയില്ല. ഐ വാണ്ട് എ സൈക്കിൾ. എനിക്കൊരു സൈക്കിള് വേണം. അത് എൻ്റെ ഒരു ഇഷ്ടമാണ്, എൻ്റെ ഒരു ആഗ്രഹമാണ്, എൻ്റെ ഒരു ആവശ്യമാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഷുഡും വാണ്ടും തമ്മിൽ ഇനി നിങ്ങൾക്ക് മാറിപ്പോയില്ലോ? ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പോ നമ്മുടെ ക്ലാസ്സുകൾ, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 56-7ഓളം ആയിട്ടുണ്ട്. നിങ്ങളത് ഓർഡർ അനുസരിച്ചൊക്കെ പഠിച്ചു പോകുന്നവർക്ക്, എഴുതി പോകുന്നവർക്ക് ഇപ്പൊ ഇംഗ്ലീഷിനെ കുറിച്ച് നല്ലൊരു ഐഡിയ എന്താണെങ്കിലും ആയിട്ടുണ്ട്. നല്ലൊരു ആശയം ഇത് എങ്ങനെയാണ് എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം സംസാരിക്കണം എന്നുള്ളതാണ്. സംസാരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ ഇതൊക്കെ പഠിക്കേണ്ടത്. അല്ലാണ്ട് ഇത് ഗ്രാമർ ലേൺ ചെയ്യാൻ വേണ്ടി മാത്രം ആയിരിക്കില്ല നിങ്ങൾ പഠിക്കേണ്ടത്, സംസാരിക്കാൻ വേണ്ടി കൂടിയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് സ്പീക്കിംഗ് ക്ലാസ്സുകൾ ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഇതിങ്ങനെ കുറേ എഴുതി വെച്ചായിട്ട് നിങ്ങൾ എനിക്ക് ഷുഡ് ഉപയോഗിക്കാൻ അറിയാം, എനിക്ക് എന്താണ് ഡിഡ് ഉപയോഗിക്കാൻ അറിയാം, ഡു അറിയാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അത് നമ്മൾ സംസാരിക്കണം. അപ്പോൾ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടു കൂടി തന്നെ സംസാരിച്ച് പഠിക്കാം. ഇനി നിങ്ങൾക്ക് ഒട്ടും സംസാരിക്കാൻ അറിയില്ല, അങ്ങനെയൊക്കെ വിഷമിക്കുന്നവരാണ് എങ്കിലും നമുക്ക് പേഴ്സണൽ ക്ലാസ്സുകൾ വേണമെങ്കിൽ അങ്ങനെയുണ്ട്. നിങ്ങൾക്ക് സംസാരിച്ച് പഠിക്കാനുള്ള അവസരം ഞങ്ങൾ നൽകുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ കൂടുന്നവരൊക്കെ സംസാരിച്ച് പഠിക്കുകയും വേണം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. തണുപ്പാണെന്നൊക്കെ എനിക്കറിയാം. അപ്പൊ തണുപ്പത്ത് ചുരുണ്ടുകൂടി ഇരിക്കാതെ തണുപ്പെല്ലാം കളഞ്ഞിട്ട് ഉഷാറാവാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം.